നമസ്കാരം. ഒരു വീട്ടിൽ നിരവധിയാർന്ന സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതിൽ പല സസ്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇവ വീടുകളിൽ മുളച്ചു വരുന്നത് പോലും ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. എന്നാൽ ചില സസ്യങ്ങൾ പൂക്കുകയാണ് എങ്കിൽ, അഥവാ ചില സസ്യങ്ങളിൽ പൂക്കൾ വിടരുകയാണ് എങ്കിൽ അത് ചില സൂചനകളാണ്, ദുസൂചനകളാണ് എന്ന് തന്നെ പരാമർശിക്കാം. വന്നു ചേരാൻ പോകുന്നതായ ദോഷകരമായ കാര്യങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പ്രധാനമായും ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന മരണതുല്യമായ അല്ലെങ്കിൽ വളരെയധികം വിഷമം ജനിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. രോഗങ്ങളാകാം, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റ് നഷ്ടങ്ങളോ, അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ അത്തരം വ്യക്തികളുടെ വിയോഗമാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. ഏതെല്ലാമാണ് ആ പുഷ്പങ്ങൾ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ പുഷ്പമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കറിവേപ്പാണ്. കറിവേപ്പിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. കാരണം വീടുകളിൽ വളരെ ആവശ്യമുള്ള ഒരു സസ്യമാണ് കറിവേപ്പ്. എന്നാൽ കറിവേപ്പ് ഗുണകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും എങ്കിൽ പോലും നെഗറ്റീവായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് നൽകുന്നതാണ്. അതിനാൽ തന്നെ കറിവേപ്പ് വളർത്തുമ്പോൾ അത്രമേൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതിർത്തി തിരിച്ചതിന് ശേഷം മാത്രം നടേണ്ടതായ സസ്യം എന്ന പ്രത്യേകത കറിവേപ്പിനുണ്ട്. അതിനാൽ തന്നെ കറിവേപ്പ് വളർത്തുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. ചെറിയ പ്ലോട്ട് ഉള്ളവരാണ് എങ്കിൽ തീർച്ചയായും അതിർത്തിക്ക് പുറത്ത് മാത്രമേ, അതായത് അതിർത്തി തിരിച്ച് പുറത്ത് മാത്രമേ നടാൻ പാടൂ. എന്നാൽ കറിവേപ്പ് നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പൂക്കുന്നു എങ്കിൽ അത് ദോഷകരമാണ്, അഥവാ വലിയ ദോഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. മരണതുല്യമായ ദുഃഖങ്ങൾ, പ്രത്യേകിച്ചും ആ വീട്ടിലെ ഗൃഹനാഥൻ, ഗൃഹനാഥ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പല വിധത്തിലും തിരിച്ചടികൾ വന്നു ചേർന്നു എന്ന് വരാം. അത് ധനപരമാകാം, മാനസികപരമായ വിഷമങ്ങളാകാം, അത്തരത്തിൽ വളരെയധികം രോഗങ്ങൾ ബാധിക്കുന്നതായ സാഹചര്യമാകാം, അത്തരത്തിൽ വളരെയധികം ദുഃഖങ്ങൾ വേണ്ടപ്പെട്ടവരുടെ, അതായത് ബന്ധുക്കളുടെ വിയോഗവുമായി ബന്ധപ്പെട്ടാകാം. ഇത്തരത്തിൽ ചില സൂചനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുക. അതിനാൽ തന്നെ തീർച്ചയായും ധാരാളമായി കറിവേപ്പ് പൂക്കുന്നത് ദോഷകരമാണ്. അതിനാൽ ഇവ ഒടിച്ചു കളയുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു സസ്യം യൂഫോർബിയയാണ്. വളരെയധികം മനോഹരമായ പുഷ്പങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സസ്യമാണ് യൂഫോർബിയ. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇവ പലരും വീടിന്റെ മുൻവശത്ത് തന്നെ വളരെ ഭംഗിയുള്ള പുഷ്പങ്ങൾ നൽകുന്നതിനാൽ വളർത്തുന്നതാണ്. എന്നാൽ ഇവ ശുഭമല്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ കച്ചവട ആവശ്യത്തിനായാണ് നിങ്ങൾ ഇവ വളർത്തുന്നത് എങ്കിൽ അതിൽ തെറ്റില്ല, അല്ലാത്ത പക്ഷം പാടില്ല എന്നാണ് പറയുക. വൃക്ഷശാസ്ത്ര പ്രകാരം മറ്റുള്ളവയുടെ, അതായത് മുള്ളുള്ള സസ്യങ്ങൾ, അത്തരം സസ്യങ്ങൾ പ്രദാനം ചെയ്യുന്നതായ പുഷ്പങ്ങൾ അത് സുഗന്ധമില്ലാത്ത പുഷ്പങ്ങളാണ് എങ്കിൽ വളർത്തുന്നത് വലിയ ദോഷകരമാണ്. പ്രധാനമായും നെഗറ്റീവായ ഊർജങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും, അഥവാ നെഗറ്റീവായ ഊർജത്തിന്റെ ഉറവിടമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഇവ വീടുകളിൽ ധാരാളമായി പൂക്കുന്നു എങ്കിൽ അത് ഏറ്റവും ദോഷകരമായ ഫലം നിങ്ങൾക്ക് നൽകും. മറ്റൊന്ന് മൈലാഞ്ചിയാണ്. മൈലാഞ്ചിക്ക് നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്, അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചടികൾ നൽകും. ഒരു വീടിന്റെ അതിർത്തിയിൽ സംരക്ഷണത്തിനായി വളർത്തുന്ന ചെടികളിൽ ഒന്നാണ് മൈലാഞ്ചി. ഏറ്റവും വിശേഷപ്പെട്ടതായ സസ്യമായി തന്നെ നിസ്സംശയം പറയുവാൻ സാധിക്കും. ദേവീപ്രീതികരമായ ഒരു സസ്യം എന്ന പ്രത്യേകതയും മൈലാഞ്ചിക്കുണ്ട്. എന്നാൽ വീടിനോട് ചേർന്ന് പലരും ഇവ നട്ടു വളർത്തുന്നതാണ്. നിങ്ങളും അത്തരത്തിൽ വളർത്തുന്നവരാണ് എങ്കിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ഇവ ഒരിക്കലും വീടിനോട് ചേർന്ന് വളർത്തുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ വീടിന്റെ ഗേറ്റിന്റെ ഇരുവശത്തുമാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. മൈലാഞ്ചി അധികമായി പൂക്കുന്നത്
അത്രമേൽ ദോഷകരമാണ് എന്നതാണ് വാസ്തവം. ഇവ വീടുകളിൽ വളർത്തുന്നതിൽ തെറ്റില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് അതിർത്തിയിൽ അല്ലെങ്കിൽ ഗേറ്റിന്റെ ഇരുവശത്തും വളർത്തുവാനാണ്. എന്നാൽ ഇവ ധാരാളമായി പൂക്കുന്നു എങ്കിൽ അത് വലിയ ദോഷം തന്നെയാണ്. ആ വീടുകളിൽ ചില മരണതുല്യമായ ദുഃഖങ്ങൾ, ദോഷകരമായ ചില തിരിച്ചടികൾ ലഭിക്കാൻ പോകുന്നതിന്റെ സൂചന തന്നെയാണ്. അതിനാൽ രോഗബാധിതരായ വ്യക്തികളുണ്ട് എങ്കിൽ തീർച്ചയായും ചികിത്സ ഉറപ്പാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ മൈലാഞ്ചി വീടുകളിൽ ധാരാളമായി പൂക്കുന്നു എങ്കിൽ അത് ദോഷകരമാണ്, അല്ലെങ്കിൽ ദോഷകരമായ ഫലം നിങ്ങൾക്ക് നൽകും എന്നതാണ് വാസ്തവം. മറ്റൊന്ന് ബോൺസായി ആണ്. ബോൺസായിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ചെടികളെയും മരങ്ങളെയും അവയുടെ വളർച്ച മുരടിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രക്രിയയാണ്. അതിനാൽ തന്നെ വൃക്ഷശാസ്ത്രപ്രകാരം ഇവ വളർത്തുന്നത് അത്ര ശുഭകരമല്ല എന്നതാണ് വാസ്തവം. ഇവ വീടുകളിൽ ഉണ്ട് എങ്കിൽ അവ വീടുകളിൽ വളർത്തുന്നത് ശുഭകരമല്ല. അതിനാൽ തീർച്ചയായും ഇവ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതായ ഒരു സസ്യം തന്നെയാകുന്നു. അതിനാൽ ഇവ പൂക്കുകയാണ് എങ്കിൽ മരണതുല്യമായ ദുഃഖങ്ങൾ അല്ലെങ്കിൽ മരണദുഃഖം തന്നെയാണ് ഫലമായി വന്നു ചേരുക. ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം. ഇവ ധാരാളമായി പൂക്കുകയാണ് എങ്കിൽ ചില ദോഷകരമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാം. പ്രധാനമായും ധനപരമായ നഷ്ടങ്ങൾ, അല്ലെങ്കിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷമകരമായ സാഹചര്യങ്ങൾ, മരണതുല്യമായ ദുഃഖങ്ങൾ, രോഗദുരിതങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് നാരകമാണ്. വീടിനോട് ചേർന്ന് ഒരിക്കലും നടാൻ പാടില്ലാത്തതായ സസ്യം എന്ന പ്രത്യേകത നാരകത്തിനുണ്ട്. ഇവ നിങ്ങൾ വീടിനോട് ചേർന്ന് വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടിനും വീട്ടുകാർക്കും വളരെ ദോഷകരമാണ്. പ്രത്യേകിച്ചും ഗൃഹനാഥനുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ, മരണതുല്യമായ ദുഃഖം തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ അതീവ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, അതിനാൽ ഇവ വീടുകളിൽ നിന്നും അല്പം അകറ്റി നീക്കി വളർത്തുവാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, ഇവ ധാരാളമായി പൂവിടുകയാണ് എങ്കിൽ അത് ദോഷകരമാണ്. മറ്റൊന്ന് പപ്പായയാണ്. പപ്പായ മരം ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതായ ഒരു സസ്യമാണ്. ഇവ നിങ്ങളുടെ വീടിന്റെ മുകളിലേക്ക് വളരുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം. ഇവ ദോഷകരമായ ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ചും മരണതുല്യമായ ദുഃഖങ്ങൾ തന്നെ, അതായത് വളരെയധികം വിഷമം ജനിപ്പിക്കുന്നതായ പല കാര്യങ്ങളും സംഭവിക്കാം. തിരിച്ചടികളാകാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും വിഷമകരമായ കാര്യങ്ങളാകാം, രോഗങ്ങൾ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷമങ്ങളാകാം. ഇത്തരത്തിൽ പല വിധത്തിലും മനസമാധാനം നഷ്ടപ്പെടുക, മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ യാഥാർത്ഥ്യമായി സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും അത് ദോഷമായി ഭവിക്കാവുന്നതുമാണ്. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ സസ്യങ്ങൾ ധാരാളമായി പൂക്കുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന തിരിച്ചടികളുടെ സൂചനയാണ്. അതിനാൽ ശ്രദ്ധയോടെ നീങ്ങണം. പ്രത്യേകിച്ചും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പരമശിവനെ ആരാധിക്കുന്നതും ശിവമന്ത്രങ്ങൾ ജപിക്കുകയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകും. വന്നു ചേരുന്ന ദോഷകരമായ ഫലങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും.